നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയെ അപായപ്പെടുത്തുന്നതിന് പേരമലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് അതീവ രഹസ്യമായിട്ടായിരുന്നു. പേരമലയിലെ വീട്ടിലെത്തും മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത്. മുക്കുന്നൂരിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് എത്താതെ ഇടവഴിയിലൂടെ ഫർസാന കാവറിയിലേക്കാണ് നടന്നത്. അഫാൻ പിന്തുടർന്നെത്തുന്നതും ഫോണിൽ വിളിക്കുന്നതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിലുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്ന പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് ഈ പേരമലയിലെ വീട്ടിലേക്ക് ഫർസാന എത്തുന്നത്. അതിന് തൊട്ട് മുൻപ് ഇരുവരും തമ്മിൽ, അഫാനും ഫർസാനയും തമ്മിൽ ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു, നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിൻ്റെ ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് പലതും ന്യൂസ് 18 ഡാനാണ്. ഡാൻ ഇന്നലെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ് ഈ കൂട്ടക്കൊലപാതക കേസിൽ ഈ തെളിവുകൾ? ടോം, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് ഈ നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് അനുസരിച്ച് അഫൻ തന്റെ പെൺസുഹൃത്തായ ഫർസാനയെ വീട്ടിലേക്ക് വരണം, പേരമലയിലെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. മിനിറ്റുകൾക്കകം വീട്ടിൽ നിന്ന് ഒരുങ്ങി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ ഫർസാന പുറത്തേക്കിറങ്ങുന്നു. പുറത്തേക്കിറങ്ങിയതിന് ശേഷം പുത്തൂർ എന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു ഇടവഴി കയറി വേണം മുക്കുന്നൂർ എന്ന പ്രധാന ജംഗ്ഷനിലേക്ക് എത്താൻ. ആ വഴിയിലേക്ക് ഈ ഫർസാന കയറി വരുന്നതും അവിടെ നിന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഫർസാന കൂടെ ചൂടി നടന്നു പോകുന്നതുമായ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുൻപിൽ വരെ ഫർസാന എത്തുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് എവിടേക്കാണ് പോയത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നതിനിടയിലാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്ന ഈ നിർണായകമായ ദൃശ്യങ്ങൾ പോലീസിനും ലഭിച്ചിരിക്കുന്നത്. അതായത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ഒരു ഇടവഴിയിലൂടെ കയറി ഏതാണ്ട് 20 മിനിറ്റോളം സഞ്ചരിച്ചാണ്, കാൽനടയായി തന്നെ നടന്നാണ്, അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാവറ എന്നൊരു സ്ഥലത്തേക്ക് ഈ ഫർസാന നടന്ന് നീങ്ങുന്നത്. അതിനിടയിലാണ് ഈ ഫർസാന ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ കയറി മുമ്പോട്ട് നടക്കുന്നതിനിടയിൽ ഈ അഫൻ തൊട്ടു പിന്നാലെ തന്റെ ബൈക്കിൽ അമിത വേഗത്തിലെത്തുന്നു. ചുറ്റും നോക്കിയിട്ടും ഫർസാനയെ കാണാതെ വന്നതോടെയാണ് ഫോണിൽ വിളിക്കുന്നത് ലൗഡ് സ്പീക്കറിൽ, ബൈക്കിലിരുന്നു കൊണ്ട് ലൗഡ് സ്പീക്കർ ഓണാക്കിയതിനു ശേഷമാണ് ഫോണിൽ വിളിച്ച് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഫർസാനയോട് ചോദിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിനടുത്ത് താൻ ഉണ്ട് എന്ന് മറുപടി നൽകുന്നു. ഇതാണ് അവസാനമായി ഫർസാനയുടെ ഫോണിലേക്ക് വന്ന അഫാന്റെ കോള്. ഈ കോള് വന്നതിന് ശേഷം അഫാൻ ഫർസാനയുടെ അടുത്തേക്ക് എത്തുന്നു, ഈ ഫർസാനയുമായി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് 20 മിനിറ്റിന് ശേഷം അതിക്രൂരമായി ഈ യുവതിയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിന് ബദലായി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്, 6 പേരെ ആക്രമിച്ചു. ഇതിൽ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫർസാനയാണ്. അങ്ങനെ ഒരു ക്രൂരത ഫർസാനയോട് കാട്ടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഉത്തരം പലതവണ ചോദ്യം ചെയ്തിട്ടും പോലീസിന് ഇതുവരെ ഈ പ്രതി നൽകിയിട്ടില്ല. താൻ ഏറെ സ്നേഹിച്ചിരുന്നു, താനില്ലാതെ ജീവിക്കില്ലെന്നാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ അന്വേഷണ സംഘത്തോട് ഇയാൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇത്രയധികം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള നാടിനും വീടിനുമൊക്കെ ഒരുപോലെ പ്രിയപ്പെട്ടവളായിരുന്ന ഫർസാന എന്ന 22-കാരിയെ എന്തിനാണ് ഇങ്ങനെ വകവരുത്തിയത്, ഇങ്ങനെ നിഷ്ഠൂരമായി മുഖം വികൃതമാക്കിയത് എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ ഉത്തരം പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകളിലൊക്കെ പല വിവരങ്ങളും പുറത്തു വരാനുണ്ട്. പ്രതിയുടെ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട്. അതിൽ ഡാൻ, ഈ ചികിത്സയിലുള്ള അഫാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകുമോ? കാരണം ഈ എലിവേഷൻ കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
മറ്റ് നടപടികൾ ക്രമങ്ങൾ ഇനി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഈ അഫാന്റെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉടൻ തന്നെ ഉണ്ടാകുമോ? ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് നെടുമങ്ങാട് പോലീസ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ തലയ്ക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ ഒരു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസായിരിക്കും പേരമലയിലെ കൂട്ടക്കൊലപാതകങ്ങളിലടക്കം പ്രതിയുടെ അറസ്റ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തുക. അതിനുശേഷം എപ്പോഴാണ് അവിടെ നിന്ന് പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നത്, അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ എങ്ങനെയാകുമെന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ആകുന്നതേയുള്ളൂ. എന്തായാലും നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് കേസുകളും വൈകാതെ തന്നെ വെഞ്ഞാറമൂട് പോലീസായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും കോടതി നടപടികൾ. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രതിയെ സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പക്ഷേ വലിയ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ രഹസ്യമായിട്ടായിരിക്കും പോലീസിന്റെ ഈ നീക്കങ്ങളെന്നാകും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് പോലീസ് ആദ്യ കേസിൽ കൊലപാതക കേസിൽ ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ വെഞ്ഞാറമൂട് പോലീസും മറ്റ് കേസുകളിൽ, മറ്റ് കൂട്ടക്കൊലപാതക കേസുകളിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ, ഈ അഫാൻ തന്റെ കാമുകി, അതായത് ഈ ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിന് പകരം മുക്കുവണ്ടം തിരികെ നൽകിയിരുന്നു. ഈ മാല എടുത്ത് നൽകണമെന്ന് ഫർസാന അഫാനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഈ കുടുംബത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് അതാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യം അത് ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നു, പിന്നീട് കൂട്ടക്കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ്, ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ഇപ്പോഴും കരുതുന്നുണ്ടോ? ഈ അഫാന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? വലിയ രീതിയിലുള്ളൊരു കടബാധ്യത, അതായത് ഈ അഫാന്റെ ഉമ്മയ്ക്ക് ഷെമിക്ക് 65 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉണ്ട് എന്ന് പറയുന്നു, പിതാവിന് കടബാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഈ ഷെമിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിരുന്നോ? സമഗ്രമായ അന്വേഷണമാണ് ഈ മൊഴികളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതാണ്ട് 62 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 12 പേരിൽ ഇതായി വാങ്ങിയ വൻ തുകകൾ കൊടുക്കാനുണ്ട്. അവർ കടം തിരികെ ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്താൻ തുടങ്ങിയതോടെയാണ് തങ്ങൾ സമ്മർദ്ദത്തിലായത് എന്നൊക്കെയാണ് പ്രതി ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിനിടയിൽ വെളിപ്പെടുത്തിയത്. ഷെമിക്ക് ഇങ്ങനെയൊരു ബാധ്യത വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം 8 വർഷമായി പിതാവിന് നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം, അവിടെ സാമ്പത്തികമായ ഒരു വലിയ തകർച്ച ഉണ്ടാകാൻ ഇടയായ പശ്ചാത്തലം എന്ത്, ഈ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബാധ്യതകൾ പിതാവിന്റെ പേരിലാണെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊരു കൊലപാതകത്തിന് അഫാൻ തന്നെ മുൻകൈയെടുത്തു, അതിന്റെ കാരണം എന്താ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അഭ്യൂഹങ്ങൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ മുഖവിലക്കെടുക്കാവുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന കാര്യം, ഈ കൊലപാതകങ്ങൾ നടക്കുന്ന കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. അതിന് തൊട്ടു മുമ്പ് 2 ദിവസം മുമ്പ് കൂട്ട ആത്മഹത്യ എന്നൊരു കാര്യത്തിലേക്ക്, അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ കാര്യം പരസ്പരം ആലോചിച്ചുറപ്പിച്ച് കൂട്ട ആത്മഹത്യ ചെയ്യാൻ അവർ തീരുമാനമെടുക്കുന്നു. പക്ഷേ അമ്മ ഷെമിക്ക് അതിന് മാനസികമായി ഭയമുളവാകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ താനില്ല എന്ന് ഷെമി നിലപാടെടുക്കുന്നു. ഇതോടെയാണ് ഈ കൂട്ട ആത്മഹത്യയിൽ നിന്ന് ഈ അഫാനും മറ്റ് കുടുംബാംഗങ്ങളും പിൻവാങ്ങിയത് എന്നാണ് ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് ഷെമിയെ കഴുത്ത് ഞെരിച്ച് ഈ ഷാൾ വരിഞ്ഞു മുറുക്കി നിലത്തടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പുറത്തുപോയി ചുറ്റിക വാങ്ങിക്കൊണ്ടുവന്ന് മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി സൽമ ബീവി താമസിക്കുന്ന പാങ്ങോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രതി സഞ്ചരിച്ചത് എന്ന് ഏറെക്കുറെ പോലീസിന് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഏതാണ്ട് ഉറപ്പിക്കാൻ ആയിട്ടുണ്ട്. ഇനി ഈ അന്വേഷണത്തിൽ നിർണായകമാകുക അഫാന്റെ ഫോർമാറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ള
സ്മാർട്ട് ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്ന നടപടിയാണ്. അതിൽ ശാസ്ത്രീയമായ പരിശോധനയായിരിക്കും നടത്തുക. ആ പരിശോധനയിലൂടെ ഈ ബ്രൌസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി പരിശോധിച്ച് ഈ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് പ്രതി ആരെങ്കിലുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ, ആ ബ്രൌസിംഗ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും നിഗൂഢമായ കാര്യങ്ങൾ ഉണ്ടോ, ഈ മുഖം വികൃതമാക്കി ഈ കൊലപാതകം നടത്തുന്നതിന് പ്രതിക്ക് കിട്ടിയ ട്രെയിനിങ് എങ്ങനെയാണ്, അതിന്റെ പരിശീലനം എവിടെ നിന്നാണ്, ഈ കാര്യങ്ങളിലടക്കം വ്യക്തമായ തെളിവുകൾ ഈ ഫോൺ വിശദമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ ലഭിക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ വഴിക്കും നടക്കുന്നത്. എന്തായാലും ഈ മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിൽ തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ അതുപോലെ പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതയും ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായിരിക്കാം ഈ കൊലപാതകത്തിന് പ്രേരണയായത്? അതിനുവേണ്ടി ഗൂഗിളിൽ ആൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി അത് മുഖം വികൃതമാക്കുന്നു. മാത്രമല്ല ഈ അനുജന്റെ അഫ്സാന്റെ തലയിൽ ഒരു T ആകൃതിയിലും മറ്റോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ആയുധം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പോഴും ഈ അഫാന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പല അവ്യക്തതകളുമുണ്ട്. പല നിഗൂഢത നിറഞ്ഞ വ്യക്തിയായിരുന്നു ഈ അഫാൻ എന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ലഹരിക്കടിമയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പോലീസ് അത് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നില്ല. ഇയാളുടെ ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയായിരുന്നോ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തിയായിരുന്നോ അഫാൻ? പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെയും എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വ്യക്തി അഫാനുമായി ബന്ധപ്പെട്ട്? അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻ ഈ ക്രിമിനൽ പശ്ചാത്തലം അഫാൻ ഉണ്ടായിരുന്നതായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരും ബന്ധുക്കളും അയാൾ പഠിച്ച സ്കൂളിലെ അധ്യാപകരുമൊക്കെ നല്ലത് മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോടും പങ്കുവെക്കുന്നത്. അനിയനുമായി ഏറെ ആത്മാർത്ഥമായ സ്നേഹം പുറത്ത് കാണിച്ചിരുന്നു. അവർ ഒരുമിച്ച് ചേർന്ന് നടന്നിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോയിരുന്നത് പോലും അങ്ങനെയാണ്. അങ്ങനെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥയും പ്രതിക്കുണ്ടായിരുന്നില്ല എന്നാണ് പരിചയമുള്ള ആളുകളടക്കം അന്വേഷണ സംഘത്തോട് പല ആവർത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊരു കൊലപാതകം ഇങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഒരു കൂട്ടക്കുരുതി നടത്താൻ ഈ അഫാൻ എന്ന 23-കാരനെ പ്രേരിപ്പിച്ച ഘടകം എന്താ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തേടിയുള്ള അന്വേഷണമാണ് ഏതാനും ദിവസങ്ങളായി പോലീസും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാനിലേക്ക് എത്താം. അതിനു മുൻപ് ഒരിക്കൽ കൂടി ആ ഫോൺ സംഭാഷണം, അഫാനും കാമുകിയും പെൺസുഹൃത്തും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ഡാൻ, ഇന്നലെയും ഇന്നുമായി ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളും ഈ ഫോൺ സംഭാഷണവുമൊക്കെ കേസിലേറെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതുവരെയും ലഭിച്ചിരിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ വാർത്തയിലേക്ക് വിശദമായി വീണ്ടും കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. ഈ അഫാൻ എന്തിനായിരുന്നു ഈ കൂട്ടക്കുരുതി നടത്തിയത്? അതിന് ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കാം? മറ്റ് സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ? അതിനപ്പുറം ഇയാൾ ലഹരിക്കടിമയാണോ? മറ്റേതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഈ കേസിൽ ഇപ്പോഴും പോലീസിനുണ്ട്. ഈ ഇന്റർനെറ്റിൽ, അതായത് ഗൂഗിളിൽ ഈ കൊലപ്പെടുത്താനുള്ള രീതി സംബന്ധിച്ച് തെരച്ചിൽ നടത്തിയിരുന്നോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ഭാസ്കര കാരണവർ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനാണ് കേസ്. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിൽ മോചനം നൽകാൻ മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ ഗവർണറുടെ പരിഗണനയിലിരിക്കെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം വിവാദമായിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് ഭാസ്കര കാരണവർ വധക്കേസ്. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതാണ്. അത് വലിയ വിവാദമായതാണ്. അതിനിടെയാണ് ഇപ്പോൾ ഷെറിനെതിരെ
വീണ്ടും ഒരു കേസ് വന്നിരിക്കുന്നത്. സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനുള്ള കേസ്. സ്വാഭാവികമായി ഇത്തരൊരു കേസ് വന്ന പശ്ചാത്തലത്തിൽ ഇനി ഷെറിൻ്റെ ജയിൽ മോചനം, അതായത് ശിക്ഷാ ഇളവിൽ മേലുള്ള ജയിൽ മോചനം സാധ്യമാകുമോ? ടോമെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായൊരു ചോദ്യം. ഏതായാലും സംസ്ഥാന സർക്കാർ ജയിൽ മോചനത്തിന് പച്ചക്കൊടി വീശിയ ഒരു പ്രതി, അതായത് ജയിലിൽ മാനസാന്തരപ്പെട്ടു, മാത്രമല്ല ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി തുടങ്ങി കണ്ടെത്തലുകൾ ജയിൽ ഉപദേശക സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ സഹതടവുകാരിയെ തന്നെ മർദ്ദിച്ചു എന്ന കേസിൽ വീണ്ടും ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദം, വലിയ ചർച്ച, രാഷ്ട്രീയ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് ഈ ഷെറിനുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിൽ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരം. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചു എന്ന കേസ് കൂടി ഇപ്പോൾ ഇവർക്കെതിരെ വരുന്നത്. ഇവരും ഇവരുടെ മറ്റൊരു സഹതടവുകാരും കൂടി ചേർന്നാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. അതായത് 24-ാം തീയതി 7:45 പുലർച്ചെ 7:45 ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ വിദേശ വനിതയായ തടവുകാരി വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് അവരെ തള്ളിയിട്ടു, അവരെ ആക്രമിച്ചു, അസഭ്യം പറഞ്ഞു തുടങ്ങിയാണ് ഇവർക്കെതിരെയുള്ള കേസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ജയിൽ ഉപദേശക സമിതി കണ്ടെത്തിയിരിക്കുന്നത് ഷെറിൻ ജയിലിൽ മാനസാന്തരപ്പെട്ടു, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാസനയില്ല തുടങ്ങിയ നിരവധി വിചിത്രമായ കാരണങ്ങൾ കണ്ടെത്തിയാണ് ഇവർക്ക് 14 വർഷം ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി തുടങ്ങിയ കണ്ടെത്തലിലാണ് ഇവരെ ഇവിടുന്ന് പുറത്തുവിടാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതിനായി ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഗവർണറുടെ മുന്നിലാണ് ഇപ്പോൾ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളുടെ ബാക്കി ഭാവിയുള്ളത്. എന്തായാലും ഈ ഒരു ഉന്നതൻ രാഷ്ട്രീയ നേതാവ് ഇവർക്ക് പിന്നിലുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല ജയിലിൽ വലിയ സൗകര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. പരോൾ, ഇഷ്ടംപോലെ പരോൾ, അതായത് 6-ലധികം പരോൾ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല പുറത്ത് പോകുന്ന സമയത്ത് ഈ ജയിലും മറ്റേ കോടതിയിലേക്കും മറ്റു കൊണ്ടുപോകുന്ന സമയത്ത് മറ്റേ അത്തരം സംഭവങ്ങളിൽ മേക്കപ്പ് വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യം നേടിയൊരു പ്രതിയാണ്. അതായത് DIG നേരത്തെ തന്നെ റിപ്പോർട്ട് വന്ന DIG നിത്യസന്ദർശകരായിരുന്നു ഇവരെ കാണുന്നു എന്ന തരത്തിൽ എന്നുള്ള സഹതടവുകാരുടെ ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഇടയിലാണ് ഇപ്പോൾ ഈ പുതിയ കേസ് വന്നത്. സൂചിപ്പിച്ചതുപോലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്നത്. മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്നാണ് ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. കാമുകനുമായുള്ള ബന്ധം കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ഭർത്തൃപിതാവിനെ ഷെറിൻ കൊലപ്പെടുത്തിയത്. മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഈ ശിക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതാണ്. പക്ഷേ ഈ ശിക്ഷാ കാലയളവിനിടെ ഷെറിന് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ജയിൽ വകുപ്പ് നൽകിയിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. KV ബൈജു സൂചിപ്പിച്ചതുപോലെ ജയിലിനുള്ളിൽ ബ്യൂട്ടി പാർലറിന്റെ സൗകര്യം പോലും ഒരുക്കുന്നു, പലപ്പോഴും പരോളിനിറങ്ങാൻ സാഹചര്യം ഒരുക്കുന്നു, പല ഉന്നതരുമായിട്ടുള്ള ബന്ധം, അങ്ങനെ പല പോലീസ് ഉന്നതരും ഷെറിന്റെ നിത്യസന്ദർശകരാകുന്നു. ഒടുവിലൊരു മന്ത്രി പോലും ഷെറിന് വേണ്ടി വഴിവിട്ട സഹായം ചെയ്തുവെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതുകൂടിയാണ്. ബൈജു, എന്തായാലും ഇത്തരമൊരു കേസ്, അതായത് നല്ല നടപ്പ്, ജയിലിലെ നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ജയിൽ മോചനം, ഈ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കാതെ തന്നെ ജയിൽ മോചനം പലർക്കും നൽകിയിട്ടുണ്ട്, സർക്കാരിന്റെ ശുപാർശയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷെറിന് വഴിവിട്ട സഹായം നൽകി എന്ന കാര്യം ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പല ഉന്നതരും ഇവർക്ക് വേണ്ടി ഇടപെട്ടു എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല അതിന് ആരോപണം മാത്രമല്ല, പല തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഇതുപോലൊരു കേസ് ജയിലിൽ വെച്ച് ഒരു സഹതടവുകാരിയെ, ഒരു വിദേശ വനിതയെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവർ ജയിലിൽ നല്ല നടപ്പല്ല നടത്തുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരമൊരു ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ, ഗവർണറുടെ പരിഗണനയില്ല ശുപാർശ ഉള്ള സാഹചര്യത്തിൽ ഇനി എന്തായാലും സർക്കാരിന് ജയിൽ മോചനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ടോമെ,
ഇവർ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഈ ആദ്യം 2009 ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2009 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 7 മാസത്തിനുള്ളിൽ തന്നെ കോടതി വിചാരണ നടപടികൾ പൂർത്തിയാക്കി അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു. ആ സമയത്ത് തന്നെ ഇവർ വലിയ ശല്യക്കാരിയായിരുന്നു. അവിടെ മറ്റ് സഹതടവുകാരെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഇവരെ മാറ്റുന്നത്. ഏതായാലും ഇവർക്കുള്ള ക്രിമിനൽ പശ്ചാത്തലം, ഈ ജയിലിനകത്ത് ഉണ്ടായിരുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ഇതൊക്കെ അറിയാതെ അല്ല ഈ ജയിൽ ഉപദേശക സമിതി ഇവർക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നതെന്ന് പറയേണ്ടി വരും. ഒരു VVIP പരിഗണന കിട്ടിയ ഒരു പ്രതിയാണ് ഇവർ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭയിലെ ഒരാൾക്ക് ഉന്നത ബന്ധം, അത്തരത്തിലുള്ള ബന്ധം DIGയുമായി നിത്യ സന്ദർശകനായ DIG മാറുന്നു. അത്തരത്തിൽ വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇപ്പോൾ ഈ കേസിൽ പ്രതിയായതോടുകൂടി ഇനി സർക്കാർ ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ പ്രധാനമാണ്. ഏതായാലും സർക്കാർ ഇവർക്ക് മോചനത്തിനായുള്ള നേരത്തെ പച്ചക്കൊടി വീശി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇത് ഗവർണറുടെ പരിധിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഗവർണറുടെ ഭാഗത്താണ് അന്തിമ തീരുമാനം വരേണ്ടത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിദേശ വനിതയെ ഇത്തരത്തിൽ ആക്രമിച്ചുവെന്ന കേസിൽ കൂടി ഇവർ ഇപ്പോൾ പ്രതിയാവുന്നത്. ഇവരും ഇവരുടെ കൂടെ ഷബ്ന എന്ന് പറഞ്ഞ മറ്റൊരു സഹതടവുകാരും കൂടി ഇതിൽ പ്രതിയാണ്. അതായത് ഇവരെ ആക്രമിച്ചു, അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമുക്കറിയേണ്ടത് ഇവരുടെ ജയിൽ ഉപദേശക സമിതി നേരത്തെ എടുത്ത തീരുമാനം അത് ഇനി മാറ്റുമോ, അതല്ല അതേ നിലപാടിൽ തന്നെ ഉറച്ച് ഇവരെ പുറത്തേക്കുള്ള ഇവരെ മോചിതമാക്കാനുള്ള വഴി ആയിരിക്കും ഇനി തുറന്നു കൊടുക്കുക. അതൊക്കെ ഇനി വളരെ പ്രധാനമാണ്. ഏതായാലും വലിയ ചർച്ചാ വിഷയമായ ഒരു കേസാണ്. ഇതിനുശേഷവും നേരത്തെയും അതിനുശേഷവും ഇത്തരത്തിൽ ജയിലിൽ നൽകുന്ന ഓരോ ആനുകൂല്യവും, അതിനുശേഷം ഈ ജയിൽ ഉപദേശക സമിതിയിലെ ഒരു അംഗം തന്നെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവർ ഇപ്പോൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാസനയില്ല, അതുപോലെ തന്നെ ഇവരുടെ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി തുടങ്ങിയ വാദങ്ങളൊക്കെ ജയിൽ ഉപദേശക സമിതി അതിലെ ഒരു അംഗം തന്നെ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അത്രത്തോളം പരിഗണന ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ കേസ് ഇപ്പോൾ വന്നതിന് പിന്നാലെ ഇനി എന്ത് നിലപാടാണ് ഇതിൽ സംബന്ധിച്ച് എടുക്കുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ജാർഖണ്ഡിൽ ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ഗാലിബ് മുഹമ്മദിനെയും ആശാ വർമ്മയെയും ചേർത്ത് പിടിക്കുകയാണ് കേരളം. ദമ്പതികൾ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹർജി കോടതി ഉച്ചയ്ക്ക് ശേഷം, അതായത് അല്പസമയത്തിനകം പരിഗണിക്കും. അതേസമയം കേരള പോലീസ് നിയമതടസ്സം അറിയിച്ചിട്ടും കള്ളക്കേസെടുത്ത് ആശയെ മാത്രമായി നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കേരളത്തിൽ തുടരുകയാണ് ജാർഖണ്ഡ് പോലീസ്. കള്ളക്കേസിലിട്ട FIRന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് കേരളം എന്നും സുരക്ഷ ഒരുക്കുമെന്ന് മന്ത്രി R ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാടിന് ഉദാഹരണമാണ് ഇവരുടെ കേരളത്തിലേക്കുള്ള വരവെന്നും മന്ത്രി വ്യക്തമാക്കി. തങ്ങൾക്ക് അപായ ഭീതി കൂടാതെ തന്നെ വിവാഹിതരാകാൻ സാധിക്കുമെന്നും സാമൂഹ്യമായ പിന്തുണ ലഭിക്കുമെന്നും ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിൽ വന്നെത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അവരോടൊപ്പമുണ്ട്, ഗവൺമെന്റ് അവരോടൊപ്പമുണ്ട്, പോലീസ്, കോടതി തുടങ്ങിയ സംവിധാനങ്ങൾ അവരെ പിന്തുണയ്ക്കും എന്നവർക്ക് ഉറപ്പുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിൽ അഭയം തേടിയിട്ടുള്ളത്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിനുള്ള വലിയ ഒരു സാക്ഷ്യപത്രമായി തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ രണ്ടു പേർക്കും വേണ്ടുന്ന എല്ലാ പിന്തുണയും ധാർമ്മികമായിട്ടുള്ള ഐകദാർഢ്യവും രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സുരക്ഷിതമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇരുവരും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതരായതാണെന്നും ലവ് ജിഹാദ് അല്ലെന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലായി. അപ്പം അതിൽ അവർക്ക് പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വലിയ ലിറ്റിഗേഷൻ നടക്കുകയാണ്. അതിൽ അവരെ കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു. പറഞ്ഞാൽ ഇല്ല സാർ, ഇത് ടോട്ടലി മൊഴിയെടുക്കെടുത്തപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് പോലീസ് ആക്ഷൻ അതിൽ ആവശ്യമില്ല എന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഇറ്റ് വാസ് നോട്ട് എൻ ഒഫൻസ് എന്നുമില്ല. പിന്നീടാണ് ഞാനതിൻ്റെ ഈ ഡെവലപ്മെൻറ്റും പിന്നെ ശേഷം ന്യൂസ് തന്നെ കാണാം. അവിടെ ജാർഖണ്ഡിൻ്റെ പിന്നത്തെ ഇഷ്യൂ സാറ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത്. ഇറ്റ് വാസ് എ സ്ട്രേറ്റ് കേസ്. അങ്ങനത്തെ ഇത്ര അല്ല, ആസ് ഫാർ എസ് നമ്മൾ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. ഞങ്ങളൊക്കെ പല സംഭവങ്ങളിലും ഓടിച്ചെന്ന് പിടിച്ചുകൊണ്ടുവരലോ അല്ലെങ്കിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യും. ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികളെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്ന് നോക്കാനുള്ളത് 18 ഏജ് ഇരിക്കുന്നു നോക്കും. അതില്ലെങ്കിൽ പിന്നെ അതിൽ ഒഫൻസ് സ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഇരുവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് DYFIയും കോൺഗ്രസും
വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇരുവരുടെയും ഹർജി, സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി കേരള ഹൈക്കോടതി അല്പസമയത്തിനും തന്നെ പരിഗണിക്കും. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ, ഇവിടെ ഒരു അഭയം തേടി കേരളത്തിലെത്തിയ ഒരു യുവതിക്കും യുവാവിനും സുരക്ഷിതത്വം നൽകി മാതൃകയാകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ അഭയം നൽകുന്നുണ്ട്. ഡിവൈഎഫ്ഐയും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഇരുവർക്കും ഒപ്പമുണ്ട്. നിലവിൽ പോലീസിന്റെ നിലപാട് എന്താണ്? ഇരുവർക്കും, പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ പോലീസ് രണ്ടുപേർക്കും സംരക്ഷണം നൽകുന്നുണ്ടോ? ജാർഖണ്ഡ് പോലീസ് കള്ളക്കേസെടുത്ത് ഇതിലൊരാളെ, ആശാവർമ്മയെ കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ കള്ളക്കേസ് അത് ഈ ജാർഖണ്ഡ് പോലീസ് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള പോലീസിന് അങ്ങനെ ഒരു സുരക്ഷിതത്വം നൽകാൻ സാധിക്കുമോ? ടോമ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സ്ഥലമായ കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ദ റിയൽ കേരള സ്റ്റോറി എന്ന നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ ആലപ്പുഴയിലേക്ക് എത്തിയ കേരളത്തിൻ്റെ മതേതര വിശ്വാസങ്ങൾ, അത്തരം മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എത്തിയ രണ്ട് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നു. അവർക്ക് പൂർണ്ണമായൊരു സംരക്ഷണം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു. മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ തങ്ങൾ എല്ലാ പിന്തുണയും നൽകുമെന്ന് അറിയിച്ചുകൊണ്ടൊരു നാട് വരുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കണ്ടു ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും എല്ലാം ഈ ഇത്തരത്തിൽ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ളത് ഒരു കിഡ്നാപ്പിംഗ് കേസാണ്. ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ നേരത്തെ ബുള്ളറ്റിനുകളിൽ പറഞ്ഞതുപോലെ തന്നെ അത് കഴിഞ്ഞ 22 രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. അതിനു മുമ്പ് തന്നെ 14 ഇവിടെ എത്തി ജാർഖണ്ഡ് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹിതരായതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് 22 ഒരു FIR വീണിരിക്കുന്നത് അത് തീർച്ചയായും ഇവരെ കുടുക്കാൻ തന്നെയാണ്. അത്തരം ഒരു കള്ളക്കേസിൽ കുരുക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ടോം, ഞാനിപ്പോൾ ഉള്ളത് കുറച്ചുകൂടി ഈ നാടിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് കായംകുളമാണ്, ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായ കായംകുളത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സ്ഥലത്താണ് ഇവർ എത്തുന്നത്. അതായത് കായംകുളത്ത് തന്നെയുള്ള ഗൾഫിൽ ഈ ഗാലിബിനെ കൂടി ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് തന്നെ അത്തരമൊരു സുരക്ഷിതത്വം ഉറപ്പ് നൽകി ഇവിടെ ഒരു ഗയ എന്ന് പറഞ്ഞ അയാളുടെ സുഹൃത്ത് വഴി ബന്ധപ്പെട്ടാണ് ഈ ആളുകൾ, ഈ ഗാലിബും ഒപ്പം തന്നെ ആശയും ജീവഭയത്തോടു കൂടി ഇവിടേക്ക് എത്തിയത്. നമുക്ക് കുറച്ച് ആളുകളെ കൂടി ഇവിടെ കാണേണ്ടതായുണ്ട് ടോം. നമ്മളോടൊപ്പം വിവിധ മേഖലകളിൽ നിന്ന് ഇവർക്ക് സംരക്ഷണവുമായി എത്തുന്ന കായംകുളത്തിൻ്റെ കേരളത്തിൻ്റെ യുവതി യുവാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം നമുക്ക് പരിചയപ്പെടുത്തേണ്ടത് ഈ ഗയെ തന്നെയാണ്. കാരണം ഗേ ആയിരുന്നു അവർക്ക് മുന്നിൽ ഏറ്റവും വലിയ, ആദ്യം ഗേ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കായിരുന്നു അല്ലേ ഈ പോരാട്ടം ആരംഭിക്കുന്നത് അവരെയും കൊണ്ട്? അതെ, ഒറ്റയ്ക്കായിരുന്നു. ആദ്യം ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നു നമ്മൾ. കാര്യം ഇത് അങ്ങനെ അങ്ങ് പോകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇവരുടെ അച്ഛനെയും അമ്മയും അവരവിടെ ലോക്കപ്പിലിടുകയും 2-3 ദിവസം ലോക്കപ്പിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവരെ വിട്ടു കൊടുക്കണമെങ്കിൽ ഇവൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കണമെന്ന് ഇവനോട് പറയുകയുണ്ടായി. ആ ഒരു രീതിയിലാണ് അവർ കേരളം വരെ എത്തിയത്. 14-ാം തീയതി വന്നു. അവർ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം എഴുതി എടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ അവർ വീണ്ടും അവരിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തരത്തിലെന്നല്ല അവരെ. ജാർഖണ്ഡ് പോലീസ് ഏറ്റവും അധികം ബന്ധപ്പെടുന്നതും ഗേ ആണല്ലേ? അതെ. അവിടുത്തെ SP ആണെങ്കിലും സബ് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? ഇവർ ജാർഖണ്ഡിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച കാലത്തോട്ട് തുടങ്ങിയ പ്രണയമാണ്. അതെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടി അങ്ങനെയാണ് വന്നപ്പോൾ പറഞ്ഞവർക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ലവ് ജിഹാദിൻ്റെ പ്രശ്നം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ 2 രീതിയിലുള്ള വിവാഹം അങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആശയ്ക്കും ഗാലിബിനും പുറത്തേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഹൈക്കോടതി അവരുടെ ഹർജി പരിഗണിക്കാൻ പോകുന്നതും ഒക്കെ ഉള്ളൂ. നിയമപരമായ ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ആശയ്ക്ക് ആശയുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലേ? ആശയ്ക്ക് ആശയുടെ വിശ്വാസപ്രകാരം തന്നെയാണ് ആശ വന്ന ദിവസം തൊട്ട് ജീവിക്കുന്നത്. ഗാലിബിന് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ ഒന്നിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു തരത്തിലെ ജാതി രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർക്കില്ല. വലിയ പ്രതിഷേധമാണ്, വലിയ ഭീഷണി, വളരെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണിയാണ്.
എന്തായാലും ഈ ജയ തുടങ്ങി വെച്ചൊരു പോരാട്ടം നമ്മൾ ഓരോരുത്തരായി പകർന്ന് എടുത്തു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ന്യൂസ് 18 അതിൻ്റെ ഭാഗമായി ആ ദീപശിഖ പകർന്ന് നമുക്ക് കൈമാറാനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജെയിംസ് ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. ജെയിംസ്, ഡിവൈഎഫ്ഐ അത്തരത്തിൽ ഇവിടെ കേരളത്തെ വിശ്വസിച്ചെത്തിയ രണ്ട് യുവതി, ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇത്തരത്തിലൊരു സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. ജാർഖണ്ഡ് പോലീസ് കള്ളക്കേസിൽ ഉൾപ്പെടെ അവരെ കുരുക്കി ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഡിവൈഎഫ്ഐ ഇതിനെ പ്രതിരോധിക്കുക? ഈ കേസിനെ നിയമപരമായി നേരിടാനുള്ള പ്രൊസീജിയർ ഇപ്പോൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ ഗവൺമെൻറ് തലത്തിലും നിയമപരമായുള്ള പോരാട്ടം ആരംഭിക്കും. ഇതിൻ്റെ കോടതി വിധി ഇന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റ് സംരക്ഷണത്തെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ ഏർപ്പെടുത്തും. രാവിലെ തന്നെ ന്യൂസ് 18 ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ കേരളത്തിനകത്ത് അവർക്ക് ജീവിക്കാൻ അവർക്ക് സന്തോഷമാണെങ്കിൽ, നാട്ടിലേക്ക് തിരികെ പോകുന്നില്ലെങ്കിൽ, ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് അവരെ ഏറ്റെടുത്തതാണ്. അവരെല്ലാം വിട്ട് ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന രൂപത്തിലേക്കാണ് ഇവിടെ ഓടി എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു കേരള സ്റ്റോറി എന്ന് തന്നെ പറയുന്ന ഈ നാടിൻ്റെ എല്ലാവിധത്തിലുള്ള വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ അവരെ ഏറ്റെടുക്കും. അവരുടെ എല്ലാവിധമായ സുരക്ഷയും ഉറപ്പാക്കി ഈ നാട്ടിൽ തന്നെ സ്വൈര്യമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഡിവൈഎഫ്ഐ ഉറപ്പുവരുത്തും. ഇപ്പോൾ മിനിസ്റ്റർ ആർ ബിന്ദു തന്നെ പറഞ്ഞിരിക്കുന്നു, അവർക്ക് കേരളം എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പറയുന്നു. ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നുമല്ലേ? ജാർഖണ്ഡിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് പേർ അവരുടെ സ്നേഹത്തിന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ മതം വലിയ തോതിൽ അവിടെ ഭ്രാന്തമായ രീതിയിൽ ഭരിക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളം വളരെ സുരക്ഷിതമായ ഒരിടമാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഈ കേസുമായി അനുബന്ധമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് രാജ്യത്ത് മതനിരപേക്ഷതയും പൗരാവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ രാജ്യത്ത് ഒന്നാമത് കേരളം തന്നെയാണെന്ന് അടിവരയിടുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 81 അംഗ നിയമസഭയിൽ 56 അംഗങ്ങളുള്ള കോൺഗ്രസും അവിടുത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അവിടെയുണ്ട്. ആ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇത്തരം രാജ്യത്ത് മതപരമായ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന സംഘപരിവാറിനെതിരായി ശക്തമായ നിലപാട് പറയുന്നില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ. മാത്രമല്ല അവിടുത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ അറിയാം, തെരുവിലിറങ്ങിയുള്ള ഒരു വലിയ പ്രതിഷേധമാണ്. ആശയം മാത്രം വിട്ടുകിട്ടിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രതിഷേധം കണ്ടാൽ ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാകുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. തിരിച്ചു ചെന്നാൽ അവരുടെ ജീവന് പോലും അപകടമാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് അവരുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് അത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുമായി രംഗത്ത് വന്നു. യുവജന സംഘടനകളാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ കൂടി ഭാരവാഹിയാണ്. നിങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയം? തീർച്ചയായിട്ടും ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത് ന്യൂസ് 18 വാർത്ത വന്നതിന് ശേഷമാണ്. ആ സമയം മുതൽ എല്ലാവരുമായിട്ടും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു. കായംകുളത്താണ് അവർ എത്തപ്പെട്ടപ്പോൾ മുതൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും അവിടെ എത്തുകയും വേണ്ട പിന്തുണ എല്ലാം അറിയിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കുറേ കാലമായി ഈ മറ്റ് ഉത്തർപ്രദേശ് പോലെയുള്ള അല്ലെങ്കിൽ നോർത്ത് മേഖലകളിൽ നിന്നൊക്കെ അവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നരേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ പ്രദർശിപ്പിച്ച് അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ള തെറ്റായ വ്യാഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പലയിടത്തും നമ്മൾ ഡൽഹിയിലൊക്കെ പല സമയത്തൊക്കെ പോകുമ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇവിടെ നിരന്തരമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള സംശയ ദൃഷ്ടിയിലാണ് അത്തരമൊരു ക്യാമ്പയിനാണ് അവിടെ നടക്കുന്നത്. പക്ഷേ രാജ്യത്ത് തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു മാതൃകയായിരിക്കും ഈ ജാർഖണ്ഡ്. അതെ. അപ്പോൾ ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ഇപ്പോൾ അവിടെ തിരക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്ന അവിടെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞ ഈ ഗലീബ് എന്ന് പറയുന്ന ആളുടെ പിതാവും മാതാവും ആ പ്രദേശത്തു നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടെത്തി ഇവിടെ എത്തിച്ചാൽ പിതാവിനും മാതാവിനും കൂടി സുരക്ഷിതമായി ഇവിടെ താമസിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അവരെ കൂടി സ്വീകരിക്കുന്ന നിലപാട്. കാരണം അവിടെ ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുകയുണ്ടായി, അപ്പോൾ അവിടുത്തെ ഒരു പ്രാദേശികമായ ഹിന്ദു സംഘടനകൾ നടത്തുന്ന പ്രതിഷേധമാണത്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധയിലും പെടുത്തേണ്ടതുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളും കൂടി ഞങ്ങൾ നടത്തുന്നു അറിയിക്കുകയാണ്. അതാണ് ഇതിലെ ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കായംകുളം പോലീസിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടായിരുന്നു. കായംകുളം കായംകുളം എസ് ഐ ഉൾപ്പെടെയുള്ള ഈ 13-ാം തീയതി ഞാൻ എസ് ഐയെ വന്ന് കണ്ടു.
കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തൊരു നിലപാടിൻ്റെ പുറത്താണ് ഇത്രയും ഇതെത്തിയത്. ഇല്ലെങ്കിൽ അന്നേ പുള്ളിക്ക് ഇവരെ പറഞ്ഞു വിടായിരുന്നു. പക്ഷെ പുള്ളി ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്, ഒരു ഇനിഷ്യേറ്റീവ് പുള്ളിയുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യലി ഉണ്ടായിരിക്കുന്നത്. ഓരോ ഘട്ടവും ഇതിനെ ഫേസ് ചെയ്ത ഒരാളാണ്. അവരുടെ ബന്ധുക്കൾ വരുന്നു, ഈ പെൺകുട്ടിയെ വിട്ടുകിട്ടണമെന്ന് അവർ ആവശ്യപ്പെടുന്നു, ഇവിടെ വരുന്നു കാര്യങ്ങൾ. അതിൻ്റെ ഓരോ ഘട്ടവും എങ്ങനെയാണ് ഫേസ് ചെയ്തത്? 9-ാം തീയതി തൊട്ട് ഇവർ നമ്മുടെ നാട്ടിലുണ്ട്. അതുവരെ അനക്കമൊന്നുമില്ലായിരുന്നു. പലയിടങ്ങളിൽ അവരുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടെങ്കിലും കേരളത്തിലോട്ട് അതിൻ്റെ അവർ ഊഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല ഇവിടെ വരെ അവർ എത്തപ്പെടും, ഇല്ലെങ്കിൽ അതിനൊരു സോഴ്സ് എന്തോ അങ്ങനൊരു ചിന്ത അവർക്കില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 13-ാം തീയതി ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവരെല്ലാവരും കൂടെ ഫ്ലൈറ്റ് മാർഗം നമ്മുടെ കൊച്ചിയിലെത്തി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഞാനത് ശരിക്കും പറഞ്ഞാൽ ഈ ഗാലിബിനൊപ്പം UAE ജോലി ചെയ്യുന്ന ആൾ കായംകുളം സ്വദേശിയാണ്. ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ കുറേ പേരെ റെഫർ ചെയ്തു. ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആണ്. അപ്പം ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രം അവർ കുറേ പേരെ അപ്രോച്ചും ചെയ്തിരുന്നു. കോമൺ ഫ്രണ്ട്സുമാണ്. ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് അത്ര ഒരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ അവർ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സീനിയർ ലോയേഴ്സിനെ. പക്ഷെ അവരാരും ഇത് അങ്ങോട്ട് ലാംഗ്വേജ് ഒരു ഇനിഷ്യൽ ഒരു ബാരിയർ ആണല്ലോ എപ്പോഴും സംസാരിക്കാൻ. അത് മാത്രമല്ല, ആദ്യം ഒരു ആളെ അവർ ബന്ധപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ പൊന്നാനി പോകണം അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ മതപരമായ രീതിയിലുള്ള ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. അപ്പം ഗാലിബിന് അത് താല്പര്യമില്ലായിരുന്നു. ഗാലിബിന് ഇത് മതേതരവാദിയാണ്. അത് മാത്രമല്ല, ഗാലിബിന് ആശയുടെ റിലീജിയനിൽ തന്നെ നിൽക്കണമെന്നുള്ളൊരു ആശയമുള്ള ഒരാളുമാണ്. ഇങ്ങനൊരു ജാതി മാറ്റലോ മതപരിവർത്തനമോ ഒന്നും ഗാലിബ് ആഗ്രഹിക്കുന്നില്ല. ഗാലിബ് ഇവിടെ വന്നത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്കറിയാം, അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടെ രജിസ്ട്രേഷന് വരണമെങ്കിൽ ഇവിടെ അവരുണ്ടായിരുന്നു എന്ന് കാണിക്കണം. ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് ഇവര് ഒരു മതവിഭാഗത്തിന്റെ ഇതായി വന്നു, അല്ലാതെ അവർക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നല്ലോ വിവാഹം എന്നൊരു ചോദ്യം. ആ നാട്ടിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് അവർക്കറിയാം. ആദ്യം നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അവരുടെ വീട്ടുകാരറിയുമ്പോൾ ഇതിൽ കൂടുതൽ പ്രശ്നം അവർക്കുണ്ടാവും. അവരുടെ നാട്ടിൽ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നത് രജിസ്ട്രേഷൻ ചെയ്യാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്യണമെങ്കിൽ ഗാലിബ് 1 മാസത്തോളം ഇവിടെ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 6 മാസമെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെന്നത് കാണിക്കത്തക്ക വിധം എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടാക്കണം. പക്ഷെ പെട്ടെന്ന് ഇവരിങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല. അവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വിവാഹം നടത്തുക എന്നല്ലാതെ, അപ്പം മതപരമായിട്ടുള്ള രീതികളിൽ നടത്തുവാണെങ്കിൽ അത് റെക്കോർഡിക്കലി വരുന്നില്ലെങ്കിലും അവർ വിവാഹിതരാണല്ലോ. കസ്റ്റംസ് അനുസരിച്ച് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതിനൊരു രജിസ്റ്റർ ചെയ്ത് കിട്ടേണ്ട രീതിയിലുള്ള കല്യാണവും നടന്നു. അതാണ് നമ്മൾ ഈ ആശയെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്. ആശ അണിഞ്ഞിരിക്കുന്നത് മംഗൾസൂത്രമാണ്. അതായത് ഹിന്ദു മതാചാര പ്രകാരമുള്ള താലിയാണ് ആശ അണിഞ്ഞിരിക്കുന്നത്, സിന്ദൂരം അണിഞ്ഞ്. നമ്മൾ ആശയെ കാണുമ്പോൾ ആശയുടെ മതത്തിൽ വിശ്വസിച്ച് ആ രീതിയിലുള്ള ഒരു മാരേജിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് ആശയെ കാണുന്നത്. അങ്ങനെ ആശയുടെ മതത്തിൽ തന്നെയാണ്. ആശയ്ക്ക് വന്നപ്പോൾ തൊട്ടേ അമ്പലം മന്ദിർ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഗാലിബും ഇവർ ഒരുമിച്ച് പോവുകയും ചെയ്തു. അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലെല്ലാം അവരെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ആരോപിക്കപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് ഇവര് ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിന്റെ ഭാഗമായി നിന്ന് വിവാഹത്തിലേക്ക് പോയി എന്നുള്ള ചോദ്യമാണ്. അതിനുള്ള മറുപടിയാണ് ഗയ നമ്മളോട് പങ്കുവച്ചത്. അതിനുള്ള ലിമിറ്റേഷൻസ് ആണ് അവർ പങ്കുവച്ചത്. മാത്രമല്ല, ഇവര് ഇവിടേക്ക് എത്തുന്നത് 9-ാം തീയതിയാണ്. 14-ാം തീയതി ഇവരുടെ ഫാമിലി അവിടെ നിന്ന് ഇങ്ങോട്ട് കായംകുളത്തേക്ക് വരുന്നു എന്നുള്ള വിവരം കൂടി ലഭ്യമായി. അതോടുകൂടി എങ്ങനെയും വിവാഹിതരാകണം എന്നുള്ള ഒരു തിടുക്കത്തിലുള്ള ഒരു നീക്കം ഇപ്പൊ കായംകുളം നഗരസഭയിൽ കാര്യം. അവരുടെ വീട്ടുകാർക്ക് ഇവര് കല്യാണം കഴിച്ച പിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എടിപിടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കല്യാണമാണേലും അറേഞ്ച് ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു വിഷയമേ അല്ലായിരുന്നു. ആദ്യം അതൊരു വിഷയമേ അല്ലായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ 14-ാം തീയതി ഇവിടെ വന്ന് അവർക്ക് പ്രശ്നമില്ലാതെ പോയതാണ്. പിന്നീട് കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയെടുത്തതാണ് ഈ കാര്യങ്ങളെല്ലാം. എന്ത് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു 2 പേരുടെ സ്നേഹത്തിന്മേൽ ഒരു മതം, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മതത്തെ ഉപയോഗിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് കായംകുളം മേഖലയുടെ ചുമതലയുള്ള ഒരു ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി കൂടിയാണ്. ഇവിടെ അവർ 9-ാം തീയതിയാണ് ഇവിടെ എത്തിച്ചേർന്നെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടിലാണ് വന്നേക്കുന്നത്? അതെ, 14-ാം തീയതിയാണ് അവർ 2 പേരുടെയും സമുദായ പ്രകാരം അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന് കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് നമുക്കറിയാൻ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ഗേയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. അവർക്ക് വേണ്ട പിന്തുണ എല്ലാം ഡിവൈഎഫ്ഐ കായംകുളത്തെ ബ്ലോക്ക് കമ്മിറ്റി എന്ന രൂപത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ 14-ാം തീയതി അവരുടെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഈ പറയുന്നത് പോലെ ഈ പെൺകുട്ടിക്ക് അവരുടെ കൂടെ പോകാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഇവർ തിരികെ പോയിട്ട് വീണ്ടും ഈ ഇപ്പോൾ വക്കീൽ സൂചിപ്പിച്ചതുപോലെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇടപെടൽ മൂലമാണ് അവർ ഇട്ടേക്കുന്ന FIR 22-ന് കിഡ്നാപ്പിംഗ് കേസാണ് എടുത്തിരിക്കുന്നത്. ഇവര് 14-ാം തീയതി മൊഴി എടുത്തു. അപ്പം നമ്മളുടെ ഒരു ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ കിഡ്നാപ്പിംഗിന്റെ FIR-ആയിട്ട് ഇവിടെ വന്ന സമയത്ത് SP വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ഇവിടുത്തെ പോലീസുകാർ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് കിഡ്നാപ്പിംഗ് അല്ല, ആ FIR ഇനി തുടരത്തില്ല, സ്റ്റാൻഡ് ചെയ്യത്തില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇവർ അതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഈ വാറണ്ടുമായിട്ട് വരുന്നത്. അതിന്റെ ആ ഒരു അടിസ്ഥാനം എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ അവരെ? നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് പ്രായപൂർത്തിയായ ആളുകൾക്ക് വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. മതം ഒരു മാനദണ്ഡമൊന്നുമല്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ജാർഖണ്ഡ് പോലീസ് നിയമവിരുദ്ധമായി വന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്നു. അവിടുത്തെ ഒരു ഗവൺമെൻറ് ഇത് നോക്കൂത്തിയായി നിൽക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഒരാളെ വന്ന് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് എന്താണെന്നല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇവിടെ ജാർഖണ്ഡ് പോലീസ് അല്ലെങ്കിൽ ആര് വന്നാലും വിട്ടുകൊടുക്കാൻ DYFI ഇല്ല. അവർക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കി ഈ നാടിനകത്ത് അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യുക. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. ആ പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഘപരിവാറും RSSും എന്തുമാത്രം ഭീകരമാണെന്ന് തെളിയിക്കുന്ന പ്രക്ഷോഭങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒരു മതത്തിനപ്പുറത്തേക്ക് ഒരു പ്രണയം ഒന്നിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ പ്രണയത്തെ പോലും തടസ്സം നിർത്തുക, അതൊരു മതമാക്കി വർഗീയമായി ഉപയോഗിച്ച് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ഈ രാജ്യത്ത് പ്രണയത്തിനും സ്നേഹത്തിനും ഒരു വിലയില്ലേ? ഈ കേരളത്തിൽ ജനിച്ചതിൽ സമാധാനം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അവിടുത്തെ ഈ ബഹളമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ രാജ്യത്ത് ഈ നമ്മുടെ സംസ്ഥാനത്ത് അവർക്കുള്ള സംരക്ഷണം ഒരുക്കാൻ DYFI എന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണമായിട്ട് എല്ലാ പിന്തുണയും അവർക്ക് നൽകും. ഈ DYFI യൂത്ത് കോൺഗ്രസ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ നമ്മളെപ്പോലെ രണ്ടുപേരും വന്നേക്കുന്നു അല്ലേ? അവരെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് പിടിക്കുക. ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു മതേതരത്വ സ്വഭാവമാണ്. രാഷ്ട്രീയത്തിനപ്പുറം മതത്തിനപ്പുറം അവർ ഈ നാട്ടിൽ വന്നതോടുകൂടി എല്ലാ ആളുകളും പിന്തുണ നമ്മുടെ ആളുകളായി. അതെ, നമ്മുടെ ആളുകൾ. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ ലൈവിൻ്റെ താഴെ നോക്കിയാൽ ഒരു ചെറുപ്പക്കാർ മുഴുവൻ ഇതിന് പിന്തുണ നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സംശയമാണ് ജെയിംസ്, ഇവരെങ്ങനെയാണ് കായംകുളത്ത് വന്നത്? കായംകുളം എന്തോ വലിയ തീവ്രവാദ സ്ഥലമാണ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ രോഹിത് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വഴിയാണ് അവർ ഇവിടേക്ക് വന്നത്. അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പക്ഷേ ആളുകൾ ഇതൊന്നും അറിയാതെ കമന്റ് ചെയ്യുകയാണ്. അതേ ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരുമിച്ച് ജോലി ചെയ്ത പയ്യൻ, അപ്പോൾ അവർക്ക് സുരക്ഷിതമായൊരു സ്ഥലം നോക്കുമ്പോൾ കേരളമാണ്. ഇവിടെ വന്നാൽ അവർക്ക് സുരക്ഷിതമായി അയാൾ കായംകുളംകാരൻ പോയി. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഇടമാണ് കായംകുളം. അത്ര വർഗീയമായി ചെയ്തിട്ടുള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ ഒരു പറ്റം ആളുകൾ ജാർഖണ്ഡിൽ വിവാദം സൃഷ്ടിക്കുന്നത് പോലെ കായംകുളത്തെ ഉപയോഗപ്പെടുത്തി വിവാദം സൃഷ്ടിക്കുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും ഒരുമിച്ചാണ്. എല്ലാ മനുഷ്യരും ഈ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങും. നിങ്ങൾ ചുവപ്പുകാരമൊക്കെ അണിയിക്കുന്നത് അറിഞ്ഞല്ലോ. ഉറപ്പായും ചുവപ്പുകാരൻ അണിയിക്കുക മാത്രമല്ല, അവരെ സ്വീകരിച്ച് ഈ നാടിൻ്റെ സ്നേഹം മുഴുവൻ നൽകും. അത് ചുവപ്പുകാരൊന്നല്ല, ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നത് ഈ നാടിൻ്റെ സ്നേഹം നൽകാനാണ്. അവർ കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഒരു നിമിഷം ഇരിക്കാൻ പറ്റിയിട്ടില്ല. സമാധാനത്തോട് ജീവിക്കുകയാണ്. അവർക്ക് ഭയമുണ്ടാവും, പക്ഷെ കേരളത്തിനകത്ത് ഒരു ഭയവും വേണ്ട. റിയൽ കേരള സ്റ്റോറി അതെന്താണെന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. അതായത് കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡിൽ നിന്നും എത്തിയ ഗാലിബ് മുഹമ്മദിനെയും ആശാവർമ്മയെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കായംകുളം എന്ന നാട്, ആലപ്പുഴ എന്ന ജില്ല, കേരളം എന്ന സംസ്ഥാനം. അങ്ങനെ വളരെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, DYFI മാത്രമല്ല, യൂത്ത് കോൺഗ്രസും, അതായത് CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ളവരെ ഈ ലവ് ജിഹാദ് എന്ന ആരോപണത്തെ തള്ളിക്കൊണ്ട് ഈ രണ്ട് ചെറുപ്പക്കാരെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രണ്ടുപേരും ഈ ഗാലിബ് മുഹമ്മദും ആശാവർമ്മയും പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതിവരുടെയും ഹർജി എപ്പോൾ ഹൈക്കോടതി പരിഗണിക്കും?
ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കേസ് ഇതുവരെയും എടുത്തിട്ടില്ല, റുട്ടീൻ കേസുകൾ നടത്തുന്നുള്ളൂ. എങ്കിലും അടിയന്തര പ്രാധാന്യത്തോടു കൂടി കേസ് പരിഗണിക്കണം, ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുള്ള തരത്തിലാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ശ്രാവണാണോ ഇവരുടെ അഭിഭാഷകനായി കോടതിയിലുള്ളത്. പോലീസ് എതിർകക്ഷിയായിട്ടുള്ള കേസിൽ ആണ് വിധിയുണ്ടാവുക. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ ടോമും പോലെ തന്നെ കേരളത്തിന്റെ മതനിരപേക്ഷത വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള വിധി തന്നെ ആയിരിക്കും എന്തായാലും സർക്കാരിന്റെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഒരു സംസ്ഥാനം മുഴുവൻ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രണയം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെത്തുമ്പോൾ ഒരു സംസ്ഥാനം മുഴുവൻ അവരെ അണച്ചു പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. 100% ലിറ്ററസി സർ എന്ന് പറഞ്ഞ അതിൽ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുള്ള കേരളത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി അഭിമാനത്തോടെ കാട്ടാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഇത് കേരളമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ ചിന്ത എത്രത്തോളം ഉയർന്നതാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കായംകുളത്തു നിന്നായാലും ആലപ്പുഴയിലെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും സംസ്ഥാനത്താകെ ആയാലും ഈ കേസ് ഏറ്റുപിടിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ നിയമസംഹിത എന്താണ് വിവക്ഷിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഈ രണ്ടുപേർക്കും ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ കിട്ടാൻ പോകുന്ന പരിഗണനയാണ്. മതം അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടേതായ ഇടങ്ങളിൽ അവരുടേതായ വിശ്വാസങ്ങൾ തരത്തിൽ ഒരു തടസ്സവും നിൽക്കാൻ കേരളം ഇന്നുവരെയും അനുവദിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ പൊതുവായ കാഴ്ചപ്പാട് അത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസ് എന്തായാലും ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രാവണാണ് ഇവർക്ക് വേണ്ടി, അതായത് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ശ്രാവണാണ് അല്പസമയത്തിനകം അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ കേസ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ കേരള പോലീസ് ജാർഖണ്ഡ് പോലീസിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിത്തിരിച്ച പ്രായപൂർത്തിയായ 2 ആളുകളെ അവരുടെ മതത്തിന്റെ പേരിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഭാഗത്ത്, അതായത് നിയമപാലകരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് അതിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജാർഖണ്ഡ് പോലീസ് എടുത്തിരിക്കുന്ന കേസ് അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഖാലിബ് ആശയെ തട്ടിക്കൊണ്ടുപോകുന്നതാണ്, കിഡ്നാപ്പിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ആണ് എന്ന് വ്യക്തതയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെ കോടതിയെ ബോധിപ്പിക്കുന്നത് തീർച്ചയായിട്ട് തന്നെയാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. പോലീസ് സംരക്ഷണം ഉറപ്പാക്കണം. അതിന് കേരള പോലീസിന് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. അതൊരു പക്ഷേ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാകുമ്പോൾ അതിന് കൂടുതൽ ശക്തിയേറും എന്നാണ് വ്യക്തമാകുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ തെളിവാണ് ഈ സംഭവം. അതായത് ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകുമെന്നാണ് കേരള പോലീസിൻ്റെയും നിലപാട്. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജാമ്യം നൽകിയ തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പരാതിക്കാരനും ജാമ്യാപേക്ഷ എതിർത്തു. 1 മാസം ജയിലിലിട്ടാൽ തെറ്റാവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് പരാതിക്കാരനോട് കോടതി ചോദിച്ചു. നാളെയാണ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് രാവിലെ മുതൽ അതിരൂക്ഷമായ വാദങ്ങളാണ് പല ഘട്ടങ്ങളായി നടന്നത്. പ്രത്യേകിച്ച് രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് 12:45 കൂടിയാണ് പരാതിക്കാരന്റെ വാദം കേട്ടത്. PC ജോർജിന് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകും, പ്രത്യേകിച്ച് ഹൈക്കോടതി വിധിയൊക്കെ ലംഘിച്ച ആളാണ് PC ജോർജ് എന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. ഏതാണ്ട് 2:30 പ്രോസിക്യൂഷൻ ഹാജരാകുകയും പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ നിരത്തുകയും ചെയ്തു. ഇതിനിടെ പരാതിക്കാരനും ഒപ്പം തന്നെ PC ജോർജിന്റെ അഭിഭാഷകനും ഇതിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, വാദങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത്, ഈ
ഇനി അന്വേഷണമുണ്ടോ എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായും ഉന്നയിച്ചത്. ഈ ഹൈക്കോടതി വിധിയുടെ ലംഘനം, മുൻ കേസുകളുടെ ലംഘനമാണ് നടത്തിയത് എന്ന വാദത്തെ PC ജോർജിന്റെ അഭിഭാഷകൻ എതിർത്തു. അങ്ങനെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതുവരെ PC ജോർജിന് ഒരു നോട്ടീസ് പോലും പോലീസോ മറ്റ് ഭരണ സംവിധാനമോ കോടതി ഒന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന വാദം തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും പലതവണ ഇനി അന്വേഷണമുണ്ടോ എന്ന ചോദ്യമാണ് കോടതി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചത്. അപ്പോൾ അന്വേഷണം ബാക്കിയില്ല എന്ന നിലപാട് ഫലത്തിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്നതാണ് കോടതിയിൽ കണ്ടത്. അതായത് അതിനൊരു വ്യക്തമായ ഉത്തരം പറയാതെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സയെല്ലാം നൽകുന്നുണ്ട്. അതായത് ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ കൂടി പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ വാദം ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ തന്നെ ഈ മികച്ച ചികിത്സ നൽകിയിട്ടുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ കേസിൽ ജയിലിൽ കിടന്നിട്ടില്ല ഈ പ്രതി ഇതുവരെ. ജയിലിൽ കിടക്കണം എന്നതാണ്, ഇത്തരം ആളുകൾ ജയിലിൽ കിടക്കണമെന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് എന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ വിവിധ തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നു. പക്ഷെ അപ്പോഴും ഇനി അന്വേഷണമുണ്ടോ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉയർന്നു വന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കേസിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതാണ്. പ്രത്യേകിച്ച് മൊഴിയെടുത്തു, ഒപ്പം തന്നെ തെളിവുകൾ ശേഖരിച്ചു. ഈ ചാനലിൽ പോയി ചാനൽ അഭിമുഖം നടത്തിയ അവതാരകന്റെ മൊഴിയെടുത്തു. അവിടെ നിന്നുള്ള ഈ ചാനലിൽ നിന്നുള്ള ഈ വീഡിയോ ദൃശ്യം പൂർണ്ണമായും ശേഖരിച്ചു. ഇങ്ങനെ എല്ലാ നടപടികളും പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി അന്വേഷണമായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം എന്നുള്ളത് അവകാശമാണ്. ഇനി മറ്റു വാദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിചാരണയുടെ സമയത്ത് ഈ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പരാതിക്കാരനും ഉന്നയിക്കാമെന്നതാണ് PC അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ വാദങ്ങളെല്ലാം കേട്ട ശേഷമാണ് കോടതി കേസ് വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയത്. ടോം. വ്യക്തമാണ്. G. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ BMW കാറുമായി യുവാക്കളുടെ അഭ്യാസ പ്രകടനം. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷങ്ങൾക്കിടെയാണ് സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ 2000 രൂപ നൽകി വാഹനം വിളിച്ചു വരുത്തിയതാണെന്ന് പോലീസ് അറിയിച്ചു. അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിങ് നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഈ BMW കാറുമായി സ്കൂളിന്റെ കോമ്പൗണ്ടിലാണോ വിദ്യാർത്ഥികൾ എത്തിയത്? ഇത് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഈ വിദ്യാർത്ഥികളെയും പ്രതി ചേർത്തിട്ടുണ്ടോ? ടോമ, ഇത് പ്രധാനമായും സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ കാർ എത്തിയിട്ടുള്ളത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കോന്നി റിപ്പബ്ലിക് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫിന്റെ ആഘോഷമായിരുന്നു. ആ ആഘോഷ സമയത്താണ് കുട്ടികളെല്ലാം പിരിവിട്ട് റെന്റ് കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് BMW കാർ വാടകയ്ക്ക് എടുത്ത് ഫോട്ടോ ഷൂട്ടിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് ഈ പരാതിയിലുള്ളത്. എന്തായാലും ആ കാറ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ച സമയത്ത് തന്നെ വേഗത്തിൽ ഓടിക്കുന്നതിനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അധ്യാപകരെ ശ്രദ്ധയിൽപ്പെടുകയും അധ്യാപകരാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ വന്ന് ഈ കാറ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ച 2 പേരെ, മലയാളപ്പുഴ സ്വദേശികളായ ജോസ് സജി വർഗീസ്, ജുവൽ എന്നിവരുടെ പേരിൽ കേസെടുക്കുകയും കാറ് പോലീസ് കസ്റ്റഡിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും ഈ കാർ അവിടെ ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. കുട്ടികൾക്ക് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസിന്റെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് കാറ് അവിടെ കൊണ്ടുവന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു കാർ ഓടിച്ച് ഒരു പടം എടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടിന് ഒന്നും ഒരു അവസരം ലഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഈ സ്കൂളിൽ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം സ്കൂളിലില്ലാത്ത ഒരു വാഹനം സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിയതും പുറത്തു നിന്നുള്ള 2 പേർ എത്തിയതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ആ സമയം തന്നെ സ്കൂളിൽ നിന്നും വാഹനം പോലീസ് കസ്റ്റഡിയെടുക്കുക. എന്തായാലും സ്കൂളിനുള്ളിൽ അതിക്രമിച്ച് കിടക്കുക, 2 അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വകുപ്പ് ചേർത്താണ് ഈ 2 പേർക്കെതിരെയും കേസെടുത്തുള്ളത്. ജോസ് സജി വർഗീസ്, മലയാളപ്പുഴ സ്വദേശി ജോസ് സജി വർഗീസ്, ജുവൽ എന്ന് 2 പേർക്കെതിരെയാണ് കേസ് കോന്നി പോലീസ് എടുത്തിട്ടുള്ളത്. സാധാരണ നമുക്കറിയാം ഇത്തരമുള്ള പരാതികളും ഇത്തരമുള്ള കേസുകളും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. കുട്ടികളുടെ ഈ സ്പീഡിൽ വാഹനം ഓടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും കോളേജിലും സ്കൂളുകളിലുമൊക്കെ ചില സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ കേസും പോലീസും വലിയ ഗൗരവത്തോടെ ഇത് കാണുന്നത്. ആ വാഹനം ഒരുപക്ഷെ
ആ ഗ്രൗണ്ടിൽ സ്പീഡിൽ ഓടിക്കുകയോ ചെയ്താൽ വ്യക്തമാണ്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് പത്തനംതിട്ട ജില്ലയിലടക്കം വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങൾ, അതിരുവിടുന്ന ആഘോഷങ്ങൾ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളുകളിലും കോളേജുകളുടെ ഉള്ളിലും വാഹനങ്ങൾ, ഇതുപോലെ അഭ്യാസ പ്രകടനമായ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിയമമൊക്കെ കർശനമാക്കിയത്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും വിദ്യാർത്ഥികൾ ഇതുപോലെ നിയമം ലംഘിച്ച് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ പോലീസിൻ്റെ നടപടി ഇത്തരം കേസുകൾ ഉണ്ടാകുമെന്ന കാര്യം ഓർക്കുകയാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.